ഹായ്, ഹൗ ആർ യു ഓൾ? എൻ്റെ വിശേഷം പറയുകയാണെന്നുണ്ടെങ്കിൽ ഐ ജസ്റ്റ് ലാൻഡഡ് ഇൻ എ ന്യൂ കൺട്രി. ദിസ് ഇസ് മൈ ഫസ്റ്റ് എവർ ന്യൂയോർക്ക് ഫ്ലൈറ്റ്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് അറിയാം, ഞാൻ കൂടുതൽ ലണ്ടനാണ് ഓപ്പറേറ്റ് ചെയ്യാറ്, പിന്നെ കുറച്ച് ഡൊമസ്റ്റിക് സെക്ടേഴ്സും. അപ്പോൾ ഇതാണ് ഞാൻ ആദ്യത്തെ ഫ്ലൈറ്റ് ചെയ്യുന്നത് ന്യൂയോർക്കിലോട്ട്. അപ്പോൾ ഐ വാസ് വെരി ഹാപ്പി, കാരണം ഞാൻ കുറേ നാൾക്ക് ശേഷം ഒരു പുതിയ കൺട്രിയിലോട്ട് ലാൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ഈവൻ ദോ ഇറ്റ് വാസ് ലൈക്ക് എ 17 hours ലോങ് ഫ്ലൈറ്റ്, ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ നമുക്കിവിടെ 3 ദിവസമാണ് കേട്ടോ ലേ ഓവർ വരുന്നത്. അപ്പോൾ ആദ്യത്തെ ദിവസം ടയേർഡ് ആയത് കാരണം അങ്ങനെ ഉറങ്ങി. പിറ്റേ ദിവസം നമ്മൾ പുറത്ത് പോവാണ് ന്യൂജേഴ്സിയിലോട്ട്. എൻ്റെ ബാച്ച്മേറ്റ് ഉണ്ടായിരുന്നു ഈ ഫ്ലൈറ്റിൽ. അപ്പോൾ ആൾ എൻ്റെ പേര് ഫ്ലൈറ്റിൽ കണ്ടപ്പോൾ അപ്ലൈ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, നമുക്ക് അവിടെ പോകണം, നമുക്ക് ഇവിടെ പോകണം എന്നൊക്കെ. അങ്ങനെ നമ്മൾ കോയിൻസിഡൻ്റലി മാച്ച് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോവുകയാണ്. നമ്മൾ ആദ്യം തന്നെ കയറിയതൊരു മോളിലോട്ടാണ് കേട്ടോ. ഇവിടുത്തെ കളക്ഷൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. ഭയങ്കര നമ്മളധികം കാണാത്തൊക്കെ റെയർ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇറ്റ് വാസ് വെരി എക്സ്പെൻസീവ്, വെരി അല്ല വേ ടു എക്സ്പെൻസീവ്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ നേരം അവിടെ ചുറ്റിപ്പറ്റി നിന്നു, ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത്. പക്ഷെ നമ്മൾ വാങ്ങിച്ചില്ല കേട്ടോ ഒന്നും. എൻ്റെ ബാച്ച്മേറ്റിന് ഫ്രീക്വൻ്റ്ലി ന്യൂയോർക്ക് കിട്ടാറുണ്ട്. അപ്പം അവൾ എല്ലാ പ്രാവശ്യം വരുന്നതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലങ്ങളൊക്കെ അവൾക്ക് ഒരുവിധം ധാരണയാണ്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഷീ മെയ്ഡ് ഷുവർ എന്നെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി കാണിക്കുക എന്നുള്ളത്. എനിക്കാണെന്നുണ്ടെങ്കിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല, അതുമാത്രമല്ല ഒരു പരിചയവും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം നമ്മൾ ഈ ഒരു ഷോപ്പിംഗ് സെക്ഷനിലോട്ട്. ആൻഡ് ഐ വാസ് വണ്ടറിങ് വെണ്ടയ്ക്ക് ഉപ്പിലിട്ടതൊക്കെ ആരായിരിക്കും മേടിക്കുക ഇത് കണ്ടപ്പോൾ. അപ്പോൾ നമ്മൾ ചിന്തിക്കുകയായിരുന്നു ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ. പിന്നെ അവിടെ നല്ല ക്യാൻഡിൽസൊക്കെ ഉണ്ടായിരുന്നു, നല്ല റെയർ ആൻഡ് ക്യൂട്ടൊക്കെ ആയിട്ടുള്ള. പിന്നെ നമ്മൾ ബസ് വന്നു. ഇത് മിസ്സായി കഴിഞ്ഞാൽ നേരം വൈകുമ്പോൾ ഒരു 45 minutes ഓഫ് ട്രാവൽ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ നേരത്തെ കയറി. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി. പിന്നെ വിട്ടത് നമ്മൾ ടൈം സ്ക്വയറിലോട്ടാണ്. അയ്യോ, ടൈം സ്ക്വയറിനെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ ഒന്നും പറയാം, ദ മോസ്റ്റ് ഹാപ്പനിങ് എന്താ പറയുക പ്ലേസ്. ഈ ഒരു ഷോ ഉണ്ടല്ലോ, അപ്പോൾ ഇത്രയും പേരുടെ മുകളിൽ കൂടെ അവിടുത്തെ ഒരു പുള്ളിക്കാരൻ ചാടുമെന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇന്ന് വെയിറ്റ് ചെയ്തിരുന്നത്. അയാൾ ചാടും, പക്ഷെ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടതുകൊണ്ട് അത്രയും പേഷ്യൻസ് നമുക്കില്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് നേരെ മുങ്ങി കേട്ടോ. പിന്നെ ഇതേപോലത്തെ കുറേ പേരുണ്ടായിരുന്നു. കുറേ പേരുടെ കയ്യിൽ സ്നേക്സ്, കുറേ പേരുടെ കയ്യിൽ ബേർഡ്സ്, അങ്ങനെയൊക്കെ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമ്മൾ കണ്ടിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്യായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ഉറക്കം ഉറങ്ങി കാലത്ത് എഴുന്നേറ്റ് നമ്മൾ പോവാണ്. ബൈ.